എന്റെ സ്വപ്നങ്ങൾ അവസാനിക്കില്ലടാ കള്ളക്കണ്ണ. കള്ളക്കണ്ണൻ രാധയെ ഉപേക്ഷിച്ചു പോയ ആളാ. ഞാൻ കണ്ട സ്വപ്നത്തിലെ കണ്ണൻ തിരിച്ചു വന്നു. എന്റെ കണ്ണാരും പൊത്തി. എന്നിട്ട് കൊറേ ഉണ്ട്. എനിക്കും എന്റെ കണ്ണനും കുഞ്ഞുങ്ങൾ ജനിച്ചു. പിന്നെ കുഞ്ഞിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചു തുടങ്ങിയാലോ? എന്ത്? മൂന്നാമതൊരാള് ഇപ്പോഴോ? ആ, ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം കൂടണത് അവരുടേതായ ഒരു കുഞ്ഞു പിറക്കുമ്പോഴാ. ആണോ? ഇതിലും കൂടുതൽ അപ്പോഴെന്നെ സ്നേഹിക്കോ? ഉറപ്പായിട്ടും ഇരട്ടിക്കിരട്ടി. എങ്കിൽ ഞാൻ എന്റെ സാക്ഷാൽ കൃഷ്ണനെയും സകല ദൈവങ്ങളെയും പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഈ സുബ്രുവിന്റെ സ്നേഹം ഇരട്ടിക്ക് ഇരട്ടിയായി എന്നിലേക്ക് തരണേന്ന്. എത്ര കിട്ടിയാലും മതി വരാത്തതായി എനിക്ക് ലോകത്ത് ഒന്നേ ഉള്ളൂ, ഈ തക്കുടു ബേബിയുടെ സ്നേഹം. തരും. ഒരിക്കലും മതിയാകാതിരുന്നാ മാത്രം മതി എന്റെ ലില്ലിക്കുട്ടിക്ക്. ആണോ? ആ. ഉറങ്ങിയില്ലേ ഇതുവരെ? എന്റെ ഉറക്കം പോയി. എന്തു പറ്റി? ഒരു 2 ലക്ഷം രൂപ എന്റെ ഉറക്കം കളഞ്ഞു. 2 ലക്ഷം രൂപയോ? എവിടെ നേടി? നോക്കട്ടെ. നേരം വെളുക്കട്ടെ, പറമ്പിന്റെ തെക്കേ മൂലയിൽ കുഴിച്ചിട്ടിരിക്കുക. മാന്തി എടുത്തു തരാം. എന്തിനാ കുഴിച്ചിട്ട്? പൊട്ടി ചൂരക്കാടന്റെ മോള് തന്നെ. എപ്പോഴും എന്തിനാ എന്റെ അച്ഛനെ കുറ്റം പറയുന്നേ? ഞാൻ പറഞ്ഞ ഉറക്കം കെടുത്തുന്ന 2 ലക്ഷം രൂപ നിന്റെ അച്ഛൻ തന്ന സമ്മാന. മറന്നോ? എടി, വല്ലവനും വന്ന് ദക്ഷിണാന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ വെച്ച് നീട്ടിയ നിന്റെ അച്ഛനല്ലാതെ ആരെങ്കിലും വാങ്ങിച്ചു വയ്ക്കൂ? ദക്ഷിണ അല്ലേന്ന് കരുതിയായിരിക്കും വാങ്ങിച്ചത്. 2 ലക്ഷം രൂപയാ? മോളെ പെണ്ണ് കാണാൻ വന്നവന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുന്ന ആദ്യത്തെ ആള് നിന്റെ അച്ഛനായിരിക്കും. എടി, ആ 2 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം എടുത്ത് പൂത്തിരി പുന്തിരി ആക്കുമ്പോ അങ്ങേരൊന്ന് ആലോചിക്കണമായിരുന്നു. ഞാനൊന്ന് കണ്ണു കാണിച്ച മതില് ചാടിപ്പോവാൻ കാത്തിരിക്കുന്നവളാണ് നീയെന്ന്. അയ്യടാ, എന്നെ കിട്ടിയില്ലേ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ് നടന്നതേ ഞാനല്ല, സ്വാമിയേട്ടൻ തന്നെയാ. ഞാൻ വേറെ കെട്ടിപ്പൊക്കോളാന്നല്ലേ പറഞ്ഞത്? ആരാ കരഞ്ഞു വിളിച്ച് നടന്നേന്ന് പറ. എനിക്ക് ഉറക്കം വരുന്നു. ആഹാ, അങ്ങനെ ഉറങ്ങണ്ട, പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. ദൈവമേ, സമ്മതിച്ചു. ഞാൻ തന്നെ എല്ലാത്തിനും കാരണക്കാരൻ. നിന്റെ അച്ഛൻ ബഹുമാന്യനായ ചൂരക്കാടിന്റെ 2 ലക്ഷം രൂപയുടെ കടം എങ്ങനെങ്കിലും ഞാൻ തീർത്തോളാം. പ്ലീസ് ഉപദ്രവിക്കരുത്. ഇനി ഉറങ്ങിക്കോ. അയ്യോ, എനിക്കിനി ഈ ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ? ഇനി സമാധാനായിട്ട് ഉറങ്ങാന്ന് പറഞ്ഞതാ. ആഹാ, അമ്മച്ചീന്ന് നേരത്തെ എണീറ്റല്ലോ. ഇതാ ചായ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി കൊച്ചെ. തിരിഞ്ഞും മറിഞ്ഞും കുറെ കിടന്നു. കണ്ണടച്ച ഓരോ ചിന്തകളാ. അമ്മച്ചിക്ക് ഇത് എന്നതാ പറ്റിയേ? ഒന്നിലും ഒരു ഉത്സാഹമില്ലായ്മ. കൊച്ചുകളത്രയിൽ മറിയക്കുട്ടിക്കെതിരെ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നത് പോലെ. ആരെയാ അമ്മച്ചി ഉദ്ദേശിക്കുന്നേ? പുലിക്കുന്നേൽ കുഞ്ഞന്നാമ്മ. അവളെ എന്റെ ഉറക്കം കെടുത്തുന്നത്. ഒരു ചതി കെട്ടിയതാ നിങ്ങളുടെ അപ്പച്ചന. ഈ വരവിന്റെ പിന്നിലും ഒരു ചതി മണക്കുന്നുണ്ട് എനിക്ക്. എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. അല്ലെങ്കിൽ വക്കച്ചന് തന്നെ അവരുടെ മോളുടെ കെട്ടുകല്യാണം ചെന്ന് നിൽക്കില്ലല്ലോ. സാധാരണ ആരോടുമുള്ള ശത്രുതയ്ക്ക് ഞാൻ വളം വെച്ച് തരാറില്ലെന്ന് അമ്മച്ചിക്ക് അറിയാലോ. പക്ഷെ പുലിക്കുന്നിൽ കുഞ്ഞന്നാമ്മയുടെ കാര്യത്തിൽ ഞാൻ പറയും, അമ്മച്ചി തോറ്റു കൊടുക്കരുതെന്ന്. അമ്മച്ചിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു വാശിയുണ്ടല്ലോ, എന്തും വെട്ടിപ്പിടിക്കാനുള്ള ഒരു തന്റേടുണ്ടല്ലോ, അത് വേണം ആ കുഞ്ഞന്നാമ്മയോട് കാണിക്കാൻ. നമുക്ക് നഷ്ടപ്പെട്ട ആ റബ്ബറിൻ തോട്ടമില്ലേ, അത് അമ്മച്ചിയുടെ പേര് തന്നെ തിരിച്ചെഴുതിക്കണം.
ഈ നാട്ടീന്ന് തന്നെ കെട്ടുകെട്ടിക്കണം കുഞ്ഞനാമേ. പുലിക്കുന്നേൽ കുഞ്ഞനാമ കൊച്ചുകളത്രയിൽ മറിയക്കുട്ടിയുടെ മുന്നിൽ എലിക്കുന്നേലാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. അമ്മച്ചി മനസ്സിലൊന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച എന്നതാ നടക്കാതെ? എങ്കി പിന്നെ ഞാൻ അങ്ങ് തീരുമാനിക്കുക. ആ അത് തന്നെ. വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കേണ്ടത് ആ കുഞ്ഞനാമയോടാ. അത് മതി. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ മാതൃകയായി അമ്മച്ചി തന്നെ പോയി എലിക്കുട്ടി അങ്ങ് തിരിച്ചു വിളിച്ചോണ്ട് വരണം. കേറിപ്പൂടിയാത്ത രാവിലെ തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു. പൊക്കോടെ എന്റെ കൺമുമ്പിന്ന്. വാ സുബ്രു. അതീനൂർമനയിലെ പട്ടരോടൊപ്പം ഇറങ്ങി തിരിച്ചപ്പോ ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് എത്തുമെന്ന് കൊച്ചുകളത്രയിലെ ലില്ലിക്കുട്ടി കരുതിയിട്ടുണ്ടാവില്ല. എന്താ സുബ്രു ഇങ്ങനെ? ഇങ്ങോട്ട് വാ. വന്നു. ശ്രീദേവി. രാവിലെ എവിടെ പോവാ രണ്ടാളും കൂടി? നീ കൂടി വന്നോ? എവിടേക്കാന്ന് പറ. നേരെ സുബ്രുവിന്റെ ഓഫീസിലേക്ക്. അയ്യേ, എന്താടി ഒരു അയ്യേ? ഈ ഗവൺമെന്റ് ഓഫീസ് എന്ന് കേക്കുമ്പോ തന്നെ ഒരു തരം അറപ്പാ. ഡിഡിഡി, ഞങ്ങളുടെ അന്നവാ. അതേ തൊട്ട് കളിക്കല്ലേ. നീ വരുന്നെങ്കി വന്നാ മതി. ഞാൻ വരുന്നില്ല. നിങ്ങൾ രണ്ടാളും കൂടി അങ്ങ് പോയിട്ട് വന്നാ മതി. പൊയ്ക്കോളാവേ. എന്റെ ഭാര്യ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് ഗമ കാണിക്കാനായിരിക്കും ലില്ലിയടത്തേം കൊണ്ട് പോകുന്നത്. ഇപ്പൊ വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. സുബ്രു, നമുക്ക് പോ. ബൈ. നീ പോടി. സുബ്രു, ഓഫീസിൽ ചെന്നിട്ട് എല്ലാം സംസാരിക്കണം. എങ്ങനെയെങ്കിലും കാര്യം നടത്തിയെടുക്കണം. നോക്കാം. നീ എന്താടാ തുറച്ചു നോക്കുന്നേ? അല്ല, നിങ്ങളെന്ത് ഇങ്ങോട്ട്? ചില കാര്യങ്ങളുണ്ട്. ഒന്നിന്നെ എങ്ങോട്ട് ഇടിച്ചു കയറി പോന്നേ? കാര്യം പറഞ്ഞിട്ട് പോയാ മതി. നീ പോടെ ഇറക്ക. വള്ളി നിക്കർ വിട്ട് മൂക്കൊലിപ്പിച്ച് നടന്ന ആ പാവം ചെറുക്കനാ ഇപ്പോഴും നീ എനിക്ക്. നിന്റെ അമ്മച്ചി ഇല്ലടാ അകത്ത്? ഉണ്ടെങ്കി അവളെ ഒന്ന് തൊട്ടു തൊടാൻ വന്നതാ. മാറി നിക്കട അങ്ങോട്ട്. തള്ള ഇതെന്ത് ഭാവിച്ച? ഇന്ന് മിക്കവാറും അടി നടക്കും. മറിയക്കുട്ടി, എന്റെ വീടാ. അഹങ്കാരം കാണിക്കരുത്. അഹങ്കാരമൊന്നും അല്ല മറിയാമ്മേ. എന്നുവെച്ച് കുലമഹിമ പണയപ്പെടുത്താൻ പറ്റില്ലല്ലോ. നീ വന്ന കാര്യം പറ. വരുന്ന തിങ്കളാഴ്ച എന്റെ മോളുടെ കല്യാണമാ. ആരെയും ക്ഷണിക്കുന്നില്ല. പുത്തമ്പണക്കാരെ പോലെ പൊങ്ങച്ചം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും നിന്നെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. നേരും നെറിയില്ലാത്തവരുടെ ചടങ്ങിലൊന്നും ഈ മറിയക്കുട്ടി പങ്കെടുക്കാറില്ല. സ്നേഹം കൊണ്ട് വിളിച്ചതാ. സഹായിക്കണം. ഇല്ല, അങ്ങനെ പറയല്ലേ മറിയാമ്മേ. നീ വന്നേ പറ്റൂ. നല്ല മട്ടൻ ബിരിയാണി വിളമ്പും. അല്ലെങ്കിലും ആടാണല്ലോ നിനക്ക് പ്രിയം. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ. പക്ഷേ വീട്ടിൽ കയറി വരുന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നത് നിന്റെ അറിവില്ലായ്മയാ. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ട് അറിയാം എനിക്ക്. നീ ഇത്രയും മാന്യതയെ അർഹിക്കുന്നുള്ളൂ. ഓ, ഒന്ന് പോകാ കുഞ്ഞമ്മച്ചി. ഇനി അവിടെ നിന്ന് നാണം കിടണ്ട. അല്ലെങ്കിലേ സമനില തെറ്റി ഞാൻ വല്ലതും പറഞ്ഞു പോകും. ഇതിൽ കൂടുതൽ സമനില തെറ്റാൻ എന്തിരിക്കുന്നു? നീ ഇറങ്ങി പോകുന്നുണ്ടോ അത് ചൂടെടുക്കണോ?
തിന്നട്ടെ. കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നു കൊള്ളി. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ജോയിൻ ചെയ്തത്. ആ സുബ്രു എന്ത് രസാ ഇവിടെ. ആ കുറച്ചുനാൾ കഴിയുമ്പോ രസമൊക്കെ അങ്ങോട്ട് മാറും. ദേ, അതാണ് ലോക പ്രശസ്തമായ PWD സെഷൻ ഓഫീസ്. ഈ ഓഫീസിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാ ഒരു പണിയില്ല എന്നുള്ളതും ഇടിഞ്ഞു വീടാറായ ഒരു കെട്ടിടമാണ്. ആണോ? പണിയൊന്നുമില്ലാതെ ഇവരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നേ? ആ മിണ്ടാതെ ഇങ്ങോട്ട് വാ. ഞാനെങ്ങാനും ഇവിടെ സബ് എഞ്ചിനീയർ ആയിട്ട് വന്ന ഇല്ലാത്ത പണി ഞാൻ ഉണ്ടാക്കും. പണിയോടെ പണിയായിരിക്കും. പണി കിട്ടാതെ നോക്കിക്കൊള്ളണം. അയ്യോ, കേറി വാ. എത്തിയല്ലോ. കാര്യങ്ങളൊക്കെ സത്യദാസ് പറഞ്ഞു. അപ്പോ ഞാനിനി വിശദീകരിക്കണ്ടല്ലോ. അതല്ലല്ലോ അതിന്റെ രീതി. വേണ്ട വിധത്തിൽ അങ്ങ് ഇൻട്രോഡ്യൂസ് ചെയ് സുബ്രഹ്മണ്യ. ഇതെന്റെ ഭാര്യ ലില്ലിക്കുട്ടി. PWD തന്നെയാണ്, സബ് എഞ്ചിനീയറാ. ഞങ്ങള് ഓരോ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറ. ചുമ്മാ സാറ് വന്നിട്ടുണ്ട്, അകത്തോട്ടില്ല. വാ ലില്ലി. ലില്ലിക്കുട്ടി ഒരൽപ്പം ജാടയാ. ഒരാളെയും കുറ്റം പറയാതെ വിടരുത് കേട്ടോ. കേട്ടു. സുബ്രഹ്മണ്യം പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. മ്യൂച്വൽ ട്രാൻസ്ഫർ ആയാലും മതി, എങ്ങനെയെങ്കിലും സാർ ഒന്ന് തരപ്പെടുത്തി തരണം. ഞാനിന്ന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. കൈമലർത്തി കാണിക്കാമെന്നല്ലാതെ സുബ്രഹ്മണ്യനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. യൂണിയനെയോ അസോസിയേഷനെയോ സമീപിച്ചാൽ നടക്കുമോ? സർ, ഞാൻ പോവുക. 2 ദിവസത്തേക്ക് ഞാനുണ്ടാവില്ല. ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ശരിയെന്നാ. ശരി. ദേ പോയില്ലേ പ്യൂണ, യൂണിയന്റെ ആളാ. ഒന്ന് പറഞ്ഞു നോക്ക്, നടക്കും. എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഞാൻ ലീവ് എടുക്കുക. പക്ഷെ തിരിച്ചു വരുമ്പോ ഞാൻ കാണണമെന്നില്ല. പെൻഷനാവാൻ 1 മാസമല്ലേ ഉള്ളൂ. ഉള്ള ലീവൊക്കെ അങ്ങ് എടുത്ത് തീർത്താലോ എന്ന് ആലോചിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ആയിക്കോളൂ. ശരിയായില്ല എന്നമ്മേ, നീ കൊച്ചുകളത്തറയിൽ പോയത് ശരിയായില്ല. എനിക്കും തോന്നി ശരിയായില്ലെന്ന്. ശരിക്കും 2 എണ്ണം കൂടി പറഞ്ഞിട്ട് പോരണമായിരുന്നു. പറഞ്ഞത് കൂടി പോയെന്നാ എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അല്ല, കൂടെ വന്ന ഒരു കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ടാ പോന്നത് അല്ലേ ലോനപ്പാ? അതെ, അടിച്ചില്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ്. ലോനപ്പാ, നീ നിന്റെ കാര്യം നോക്കി പോകുന്നുണ്ടോ? ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. ഞാൻ പോയേക്കാം. അല്ല പിന്നെ കുഞ്ഞന്നമ്മെ വഴക്കുണ്ടാക്കാൻ എളുപ്പമാ, കൂട്ടി യോജിപ്പിക്കാനാ പാട്. എനിക്ക് അവളോട് കൂടി യോജിക്കേണ്ട കാര്യം എന്താ? യോജിക്കണ്ട, പക്ഷെ വഴക്കുണ്ടാക്കാൻ പോണ്ട കാര്യമുണ്ടോ? വഴക്കുണ്ടാക്കാനല്ല, കല്യാണം വിളിക്കാൻ പോയതാ. മറ്റാരും വിളിക്കാതെ നീ എന്തിനാ മറിയ മാത്രം വിളിക്കാൻ പോയത്? എന്റെ കൊച്ചിനൊരു നല്ല ബന്ധം കിട്ടിയത് അവൾ അറിയണം. അവളുടെ മുന്നിൽ ആളാവാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ കളയില്ല. നിനക്കൊക്കെ ഇപ്പൊ ഈ വീടിനേക്കാൾ കാര്യം പുൽക്കുന്നവരാണല്ലോ. ചെന്ന് ബന്ധം സ്ഥാപിച്ച് അരിയിട്ട് അങ്ങോട്ട് വാഴിക്ക്. അമ്മച്ചി എന്നൊക്കെ പറയണേ. വക്കച്ചൻ അവിടുത്തെ പെണ്ണിനെ കെട്ടണം എന്ന് പറയുമ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അഥവാ വേണ്ടാന്ന് പറഞ്ഞാലും തന്നിഷ്ടക്കാരനായ വക്കച്ചൻ അത് കേൾക്കുവോ? അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് അഹങ്കാരം കാണിക്കാൻ ധൈര്യം കാണിച്ചു അവള്. ഇനി അവളോട് ഇഷ്ടം കൂടുന്നവരെല്ലാം എന്റെ ശത്രുക്കളാ. അത് നീ ആയാലും മോൾക്കുട്ടിയായാലും. എന്നതാ അമ്മച്ചി ഇത്? ഇവിടെ വന്ന അമ്മച്ചിയോട് ധിക്കാരം കാണിച്ചെങ്കിലേ തിരിച്ച് അങ്ങോട്ട് ചെന്നിട്ടേ ചെവിക്കല് നോക്കി ഒന്ന് പൊട്ടിക്കണം. ദേ, ഞാൻ കൂടെ വരാം. വേണ്ട സേവിച്ച
അവളെ പോലെ തരം താരരുത് നമ്മളെ പോലെയുള്ള തറവാടികള്. നമുക്കൊരു അന്തസ്സുണ്ട്, അത് കളഞ്ഞു കുടിക്കാൻ പാടില്ല. വരട്ടെ, എവിടം വരെ പോകും നമുക്ക് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അന്യരുടെ വീട് തന്നെയാ. അമ്മാളു പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ പറഞ്ഞ ഇന്ദ്രനും സീതയ്ക്കും ഒരാവശ്യം വന്നിട്ട് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാ എങ്ങോട്ട് പോകും? വാടക വീടുകൾ വേറെയും കിട്ടും. പക്ഷെ എന്നാലും അത് പോരല്ലോ, സ്വന്തമായിട്ടൊരു അഡ്രസ് വേണ്ടേ കുട്ടികൾക്ക്? പെട്ടെന്ന് ഇതൊക്കെ നടക്കുമോ അമ്മാളു? നടക്കും. സുബ്രും സ്വാമി ഒരുമിച്ച് നിന്നാ നടക്കും. രണ്ടുപേരുടെയും കൂടെ പേരില് ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ? അത് നടക്കുവോ? എനിക്ക് ആഗ്രഹം ഇല്ലാതില്ല. ശാരദേച്ചി എന്നെ സംസാരിക്കണം അവരോട്. ഒരു വഴി അവര് തന്നെ കണ്ടെത്തിക്കോളും. പുല്ല് പോലെ ആയിരിക്കും കാശ്. എനിക്ക് ആവശ്യമുണ്ടായിട്ടൊന്നല്ല, എന്നെ ചതിച്ചതിന്റെ വാശിക്ക് ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നതാ. ഇവിടെ ആരും തന്നെ ചതിച്ചിട്ടൊന്നുമില്ല. ഞാനും അല്ലും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, കല്യാണം തീരുമാനിച്ചതുമായിരുന്നു. എന്നിട്ടാണ് ഈ കള്ളൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. കള്ളം നിന്റെ അച്ഛൻ. അച്ഛനെ വിളിച്ചു പോലും പറഞ്ഞ അടിച്ച് പലിയാൻ വീഴ്ത്തും. നീ ഒരു പുല്ലും ചെയ്യില്ലടാ. ഈ കാശ് എന്നിട്ട് വേണം നിന്നോട് രണ്ട് വർത്താനം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നീ ആരാന്നാടാ നിന്റെ വിചാരം? നിന്നെ പച്ചില നുള്ളി കീറും പോലെ കീറും. അറിയില്ല നിനക്കെന്നെ? എടഞ്ഞാ ഞാൻ പുലിയാടാ, പുള്ളി. ഓണാ, ഇതോടെ താനും ഞങ്ങളും തമ്മിലുള്ള സകല ഇടപാടുകൾ അവസാനിച്ചു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നാ നിയമപരമായി നേരിടേണ്ടി വരും. ജില്ലാ കോടതി മുതൽ സുപ്രീം കോടതി വരെ കേറി ഇറങ്ങും ഞാൻ. കേട്ടോടാ കമലാസന, എന്റെ മരുമൻ പറഞ്ഞ നീ കേട്ടോ? മടുപ്പും വിവരമുള്ള ഇവന്റെ മുന്നിൽ നീ വെറും ചേറ്റയാടാ. മിണ്ടൂടാ. എന്റെ മരുമോൻ കൂടെ ഉള്ളപ്പോ നീ എന്നൊരു ചുക്കും ചെയ്യില്ലടാ. നിങ്ങളൊരു തീരുമാനത്തിൽ ഞാൻ പുറത്തുണ്ടാവും. കിട്ടട്ടെ രണ്ടെണ്ണം. എല്ലാം വന്നിരിക്കുന്നു. നിന്നെ ഞാൻ ആഭിചാരം ചെയ്ത് കൊല്ലൂടാ. അല്ല, എന്നാലും ഇത് വലിയ ചതിയായി പോയി. നിന്റെ ബലത്തിലല്ലേ ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. എനിക്ക് എന്റെ ജീവൻ നോക്കണ്ടേ? അയാളുടെ കയ്യിൽ തോക്കും കത്തിക്ക കാണും. എന്റെ ഭാര്യ വിധവയാവുന്നതിനേക്കാൾ നല്ലതാണല്ലോ അമ്മായിയമ്മ വിധവയാവുന്നത്. മരുമോനെ എടാ നില്ലടാ. കമലാക്ഷിയമ്മേ, ഇതുവരെ മീൻകറി റെഡിയായില്ലേ? ആകുമ്പോ അറിയിക്കാം. ദേ വലിയ മുതലാളി കളിക്കല്ലേ എന്നോട്. വലിക്കില്ല ലില്ലി. നമുക്ക് ഈ വഴിയിലൂടെ നടന്നങ്ങ് പോയാലോ? എങ്ങോട്ട്? എങ്ങോട്ടൊന്നില്ലാതെ അങ്ങ് നടന്നു പോണം. ആഹാ, വഴി അവസാനിച്ചാലോ? If you are ready to walk, the path never ends. ഇംഗ്ലീഷിലെ ഒരു ചൊല്ല, വഴികൾ അവസാനിക്കുന്നില്ലാന്ന്. ഓയൻവിടെ ഒരു കവിതയുണ്ട്. നമുക്ക് മുന്നിലെ വഴിയും നീളുന്നു, അയ്യോ നമുക്കൊരു പോലെ വയസ്സുമേറുന്നു. നട കാളെ നടുവോ നട. എന്താ? എന്തു പറ്റി? എനിക്ക് വേണം. വേണ്ട. അയ്യോ എനിക്ക് കുടിക്കണ്ട. അയ്യോ സുബ്രു, ഷാപ്പിലൊന്ന് കേറിട്ട് പോവാം. ചുമ്മാ ഇരിക്കില്ലേ? ഒന്നാമതെ പരിചയമില്ലാത്ത നാടാ. എന്റെ സുബ്രു, അതല്ലേ ഹൈലൈറ്റ്. പരിചയമില്ല, ആർക്കും നമ്മളെ മനസ്സിലാവില്ല. അയ്യോ എനിക്ക് കളയണം, നമുക്ക് പോവാം. വേണ്ട. അയ്യോ നല്ല സൂപ്പർ മീൻകറിയുടെ മണം. ഓ സഹിക്കാൻ വയ്യ. സൂപ്പർ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. ലില്ലി
പോലെ അവിടെ നിക്ക്. ലില്ലി, ലില്ലി. ചേട്ടാ, ഒരു കുപ്പി ഒരു ഗ്ലാസും മതി. സോറി, ഞാൻ കരുതി ചേച്ചിയും കഴിക്കുമെന്ന്. സോറി, ചേച്ചി മാത്രമേ കഴിക്കുന്നുള്ളൂ.